എളുപ്പത്തിൽ നമുക്ക് പാൽക്കപ്പ വീട്ടിലുണ്ടാക്കാം. അതിന്റെ ഒപ്പം ഈ ചെമ്മീൻ റോസ്റ്റ് കൂട്ടിപ്പിടിക്കാൻ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ കൊച്ചു ഫുഡ് ബ്ലോഗർ. ആദ്യം തന്നെ കപ്പ കഴുകി എടുക്കുക. ഞാൻ ഈ കപ്പ വാങ്ങിച്ചേക്കണത് ചൂസ് മൈ ഫ്രഷ് എന്ന ആപ്ലിക്കേഷനാണ്. അതായത് ഫാർമറിന്റെ നേരിട്ട് കളക്ട് ചെയ്ത് അവര് ഓസോൺ വാഷ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം നല്ലതാണ്. കാരണം ഇപ്പൊ കറിയൊക്കെ ഉണ്ടാകും മടിച്ചു നിൽക്കുന്ന സമയമാണെങ്കിൽ അരിയാനും ബിരിയാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് കറി മിക്സ് പോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കട്ട് ചെയ്യണ വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കും. ഇനിയിപ്പോ വെജിറ്റബിൾ അല്ല, ഫിഷ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ഞാൻ ഈ ചെമ്മീനും വാങ്ങിച്ചത്. സംഭവം ഇത്രേ ഉള്ളൂ. അരിയാനൊക്കെ മടിയായിട്ടൊഴികെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നേരെ ഓർഡർ ചെയ്യാൻ സംഭവം വീട്ടിലെത്തും. ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകും ഇടിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചാൽ നമ്മുടെ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കുക്കറിലോട്ട് ഇട്ടിട്ട് സംഭവം 2 വിസൽ ഒന്ന് സെറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ 1-ാം പാൽ ഒഴിക്കുക. അത് തിളച്ച് വന്നതിന് ശേഷം വീണ്ടും 2-ാം പാൽ ഒഴിക്കുക. ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് തിളച്ച് റെസ്റ്റിന് വെച്ചാൽ നമ്മുടെ പാൽക്കപ്പ റെഡി. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇവരുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ തോരൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസുകൾ, അതേപോലെ തന്നെ തേങ്ങ ചിരണ്ട അതിന്റെ ഐറ്റംസ് എല്ലാം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവരുടെ ബയോയിലുണ്ട്. ചീരത്തോരൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്. അത് അടുത്ത വീഡിയോ കാണിക്കാം. ബൈ ഫ്രം കൊച്ചു ഫുഡ് ബ്ലോഗർ.